ക്രിക്കറ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഗെയിം ആണെന്നാണ് പലരും പറയാറുള്ളത്. എന്നാൽ ചിലർക്കതൊരു ഇമോഷനാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന പേര് കേൾക്കുമ്പോൾ ആരാധകരുടെ ഉള്ളിൽ ഒരു കടലിരമ്പാറുണ്ട്. വർഷങ്ങളോളം തഴയപ്പെട്ടിട്ടും വിവേചനത്തിനിരയായിട്ടും ഒരു പുഞ്ചിരിയോടെ എല്ലാം നേരിട്ട ഒരാൾ, ടീമിനായി സ്വന്തം വിക്കറ്റ് ബലി കൊടുത്ത സെൽഫ്ലെസ് പ്ലെയർ. ഇന്ന് ലോകം സഞ്ജുവിനെ വാഴ്ത്തുമ്പോൾ ആ പോരാട്ടത്തിന്റെ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. സഞ്ജുവിന്റെ യാത്ര തുടങ്ങിയത് ഇന്നലെയൊന്നുമല്ല. 2015 സിംബാബ്വെക്കെതിരെയാണ് അദ്ദേഹം ഇന്ത്യൻ ജേഴ്സിയിൽ ആദ്യമായി പാഡ് അണിഞ്ഞത്. അന്ന് സഞ്ജുവിനൊപ്പം അരങ്ങേറിയ പലരും കരിയർ അവസാനിപ്പിച്ചു, ചിലർ ഇതിഹാസങ്ങളായി. എന്നാൽ സഞ്ജുവിന് ലഭിച്ചത് ഇടവിട്ടുള്ള അവസരങ്ങൾ മാത്രം. ഒരു മാച്ചിൽ പരാജയപ്പെട്ടാൽ അടുത്ത 2 വർഷം പുറത്ത്. ഇതായിരുന്നു സഞ്ജുവിന്റെ അവസ്ഥ. എന്നിട്ടും അദ്ദേഹം പരാതി പറഞ്ഞില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സഞ്ജുവിനെ സെൽഫ്ലെസ് എന്ന് വിളിക്കുന്നത്? പല താരങ്ങളും ടീമിൽ സ്ഥാനം നിലനിർത്താൻ വേണ്ടി പതുക്കെ കളിച്ച് ആവറേജ് കൂട്ടാൻ നോക്കുമ്പോൾ സഞ്ജു നോക്കിയത് ടീമിന്റെ വിജയമാണ്. ആദ്യ പന്ത് മുതൽ സിക്സർ അടിക്കാൻ ശ്രമിക്കുന്നത് റിസ്ക് ആണ്. പരാജയപ്പെട്ടാൽ വിമർശകർക്ക് ആഘോഷമാണ്. പക്ഷെ സഞ്ജു പറഞ്ഞത് ഇതാണ്: എന്റെ വ്യക്തിഗത സ്കോറിനേക്കാൾ പ്രധാനം ടീമിന് വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. ആ ത്യാഗം തന്നെയാണ് സഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സഞ്ജു ഒരു ടീം പ്ലെയർ ആണെന്ന് തെളിയിക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. IPL-ലും T20-ലും പവർ പ്ലേ ഓവറുകളിൽ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 150ക്ക് മുകളിലാണ്. സെറ്റിലാകാൻ സമയം കളയാതെ ടീമിന് മികച്ച തുടക്കം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. സഞ്ജു നേടുന്ന റൺസിന്റെ 60%-ലധികം ബൗണ്ടറികളിൽ നിന്നാണ്. സിംഗിൾസ് എടുത്ത് ടീമിനെ സമ്മർദ്ദത്തിലാക്കാതെ സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നു. കരിയറിൽ പലപ്പോഴും 30കളിലും 40കളിലും സഞ്ജു ഔട്ടാവുന്നത് വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കുമ്പോഴാണ്. തന്റെ ബാറ്റിംഗ് ആവറേജ് ഉയർത്താൻ അദ്ദേഹം ഒരിക്കലും ഡിലേ ആയിട്ടില്ല. ഓപ്പണറായും വൺ ഡൗൺ ആയും ഫിനിഷറായും ടീം എപ്പോൾ ആവശ്യപ്പെട്ടാലും സഞ്ജു ബാറ്റ് ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. സ്വന്തം കംഫർട്ട് സോണിനേക്കാളും ടീം ആവശ്യത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. രാജസ്ഥാൻ റോയൽസ് നായകൻ എന്ന നിലയിൽ പലപ്പോഴും ക്രെഡിറ്റുകൾ മറ്റു താരങ്ങൾക്ക് നൽകാനും യുവതാരങ്ങളെ മുൻനിരയിൽ എത്തിക്കാനും അദ്ദേഹം കാണിച്ച മനസ്സ് അദ്ദേഹത്തിന്റെ സെൽഫ്ലെസ് മനോഭാവത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാത്തിരിപ്പിന് ഒടുവിൽ ദൈവം കാത്തുവെച്ച നിധിയായിരുന്നു T20 ലോകകപ്പ്. ടീമിൽ സ്ഥാനം ലഭിക്കുമോ എന്ന് സംശയിച്ചെടുത്തു നിന്ന് ലോക കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി സഞ്ജു മാറി. ഇന്ന് അദ്ദേഹം വെറും ഒരു കളിക്കാരനല്ല, ദശലക്ഷക്കണക്കിന് ആരാധകരുടെ വികാരമാണ്. സഞ്ജുവിന്റെ ക്ഷമയും കഠിനാധ്വാനവുമാണ് ഇന്ന് അദ്ദേഹത്തെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയത്. വിമർശനങ്ങൾ ഒരുപാട് കേട്ടു. സഞ്ജു സാംസൺ അതിനെല്ലാം മറുപടി നൽകിയത് തന്റെ ബാറ്റ് കൊണ്ടാണ്. പ്രതിഭയുള്ളവർക്ക് അവസരം വൈകിയേക്കാം, പക്ഷെ ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.